ഹരേ കൃഷ്ണ. നിങ്ങളുടെ വീട്ടിലോ ബന്ധുക്കളിലോ ആരെങ്കിലും വിവാഹത്തിൽ അനാവശ്യമായ തടസ്സങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും ശരിയായി പോകുമ്പോഴും വിദ്യാഭ്യാസവും ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, പക്ഷേ വിവാഹം മാത്രം നടക്കാതെ താമസിച്ചു പോകുന്നു. ഇതിൻ്റെ പിന്നിൽ ജാതകദോഷമോ വാസ്തു പ്രോബ്ലങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ആണോ? നമുക്ക് നോക്കാം. ഈ വീഡിയോയിലൂടെ വിവാഹത്തിൽ തടസ്സങ്ങൾ നീക്കുവാൻ കഴിയുന്ന രാമബാണങ്ങൾ എന്ന് പറയാം, അങ്ങനെയുള്ള ഓരോ റെമഡികളുമായിട്ടാണ്, പരിഹാര മാർഗങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ എൻഡ് വരെ കാണുക. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായ വീഡിയോ അപ്ലോഡുണ്ട്, ദയവായി കാണുക. കുട്ടികളുടെ 7ാമത്തെ ഹൗസിൽ കേതുവും രാഹുവും ഉണ്ടെങ്കിൽ വിവാഹത്തിന് ശകലം ക്ലേശങ്ങളും തടസ്സങ്ങളും ഒക്കെ വരുന്നതായിരിക്കും. സൂര്യനും ശനിയും ഒരു ഹൗസിലുണ്ടെങ്കിലും സൂര്യനും ശനിയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആണെങ്കിലും മാരേജ് നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. റെമഡീസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാവുന്ന റെമഡിയാണ്. അപ്പോൾ ഞാൻ പറയാം, പെൺകുട്ടികൾക്ക് മാത്രമുള്ള റെമഡി ഏതാണെന്ന് ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ഇത് 2 കൂട്ടർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റൈറ്റ് ഹാൻഡിൽ, വലത് കൈയുടെ ചൂണ്ടുവിരലിൽ ഒരു സ്വർണം കൊണ്ടുള്ള റിങ് ധരിക്കുക. ഇത് വ്യാഴത്തിനെ സ്ട്രോങ് ആക്കുന്നു, ജുപ്പിറ്ററിനെ സ്ട്രോങ് ആക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. തിങ്കളാഴ്ചകളിൽ ശിവലിംഗത്തിൽ പച്ചപ്പാലിൽ കറുത്ത എള്ളിട്ട ശിവലിംഗത്തിന് ജലദ്വാരം നടത്തുക. ഇത് നിങ്ങൾ ടെമ്പിളിൽ നിങ്ങൾക്ക് അനുവദിച്ചില്ലെങ്കിൽ വീട്ടിലെ ചെറിയൊരു ശാലിഗ്രാം വെച്ചാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ശാലിഗ്രാം, അത് സമുദ്രത്തിൽ നിന്ന് കിട്ടുന്ന, അത് ഒറിജിനലായിട്ടുള്ള ഒരു കല്ലാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാവുന്നത്. എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നു വെച്ചാൽ നാട്ടിലെ അമ്പലങ്ങളിൽ എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടെ ചില അമ്പലങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ അനുവാദം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ശാലിഗ്രാം വെച്ചിട്ട് അതിൽ നിങ്ങൾക്ക് അഭിഷേകം ചെയ്യാവുന്നതാണ്. മാസത്തിൽ ഒരിക്കൽ ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് രുദ്രാഭിഷേകം ചെയ്യിപ്പിക്കാം. ഇതും 2 കൂട്ടർക്കും ചെയ്യാവുന്നതാണ്. എന്നാണ് ചെയ്യിപ്പിക്കേണ്ടത്? ത്രയോദശി തിഥി. ത്രയോദശി അപ്പോഴത്തേക്കും മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്യിപ്പിച്ചാലും മതി. ഇത് നിങ്ങൾ തുടർച്ചയായി വിവാഹം നടക്കുന്നത് വരെ തുടർച്ചയായി എല്ലാ മാസവും ഒരു ദിവസം അങ്ങനെ ഒരു പ്രാവശ്യം ത്രയോദശി തിഥിയിൽ ശിവക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കാം. കേസർ, ഇത് കുങ്കുമപ്പൂവാണ്. അപ്പോൾ കുങ്കുമപ്പൂ